ഇത് പഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി. നമ്മളത് വർക്ക് കയറ്റിയിട്ടുണ്ട്. അത് കസ്റ്റമർ പറഞ്ഞ പ്രകാരമുള്ള വർക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിലെ ഷോക്കപ്പ് മാറ്റാൻ, അതുപോലെ സ്പോക്കറ്റിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക, എയർ ഫിൽറ്റർ മാറ്റുക, സ്പാർക്ക് പ്ലഗ് മാറ്റുക, എൻജിൻ ഓയിൽ മാറ്റുക, പിന്നെ വാട്ടർ സർവീസ്. ഈ വർക്കാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ സ്പോക്കറ്റ് ബെയറിങ് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. അപ്പോൾ ഇതാണ് സ്പോക്കറ്റ് ബെയറിങ്. സ്പോക്കറ്റ് ബെയറിങ് നമുക്ക് മാറ്റണം. ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയത്, അതിൻ്റെ ബോൾട്സൊക്കെ പോയിട്ട് ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്പോക്കറ്റ് ബെയറിങ് മാറ്റണം. അപ്പോൾ സ്പോക്കറ്റ് ബെയറിങ് മാറ്റണമെങ്കിൽ നമുക്ക് വീട് ഫുള്ളായിട്ട് അയച്ചിട്ടോടെ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇതിന് ബാക്ക് ബ്രേക്ക് കൊണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റും കംപ്ലൈൻ്റ് ആണ്. ചെയിൻ സ്പോക്കറ്റ് പിന്നെ ഇനി നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനില്ല. തൽക്കാലം ടൈറ്റ് ചെയ്തിട്ട് ആ സ്പോക്കറ്റ് ബെയറിങ് മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അതുപോലെ അതിൻ്റെ 2 ഷോക്കപ്പും മാറ്റണം. ഈ ഷോക്കപ്പ് ഉണ്ടോ ഫുള്ളായിട്ട് ഓയിൽ ലീക്കാണ്. അപ്പോൾ മാറ്റുമ്പോൾ 2 കൂടി മാറ്റണം. അപ്പോൾ 2 ഷോക്കപ്പും മാറ്റണം. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ പ്ലഗ്, സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തിട്ട് പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വാട്ടർ സർവീസും. അപ്പോൾ ആ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.